ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. സുമതാം സുഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്ഥോ ഹ്യഭദ്രാണി വിധിനോതി സുരസദാ നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. സിദ്ധുബീജം പതിതാം പാവനേഭ്യോ വൈഷ്ണവ. ഹരേ ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ മൂന്നാം കാൻഡോ മൂന്നാം കാൻഡോ 9-ാം ചാപ്റ്റർ, 1-ാം ശ്ലോകം. മലയാളം പുസ്തകമുള്ളവർക്ക് ഒന്ന് എടുക്കാമെങ്കിൽ എൻ്റെ വിവർത്തനം വായിക്കാമായിരുന്നു. ഞാൻ ആദ്യമേ ശ്ലോകം വായിക്കാം. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ പ്രഭു, വളരെ സൗണ്ട് കുറവാണല്ലോ. കൃഷ്ണ, ഓക്കെ. ഏത് പുസ്തകത്തിന് കാര്യം പ്രഭു പറഞ്ഞതെന്ന് കേട്ടില്ല. കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാം പ്രഭു. ഓക്കെ, സോറി പ്രഭു. പ്രഭുജി, തേർഡ് കാൻഡോ 9th chapter, 1st ശ്ലോക, 391. കേട്ടോ പ്രഭു? 391. ഓക്കെ, അതിൽ ഞാൻ ശ്ലോകം വായിക്കാം. അപ്പം മലയാളം പുസ്തകമുള്ളവർ വിവർത്തനം എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ വിവർത്തനം ആകുമ്പോൾ നമുക്ക് വായിക്കായിരുന്നു അതിന്. ഓക്കെ. ശ്രീ ബ്രഹ്മ ഉവാച ജ്ഞാതോऽസി മേദ്യ ശുചിരാനനുദേഹഭാജം ന ജ്ഞായത്തെ ഭഗവതോ ഗതിരിത്യവധ്യം നാന്യത്വദസ്തി ഭഗവന്നപി നന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കാൻ പറ്റുമോ മലയാളത്തിൽ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കാം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഓ എന്റെ ഭഗവാനെ, വളരെ വളരെ വർഷങ്ങളിലെ തപസ്സിനൊടുവിൽ ഇന്ന് എനിക്ക് അങ്ങയെപ്പറ്റി അറിയാൻ കഴിഞ്ഞു. അങ്ങയുടെ വ്യക്തിത്വം അറിയാൻ കഴിവില്ലാത്ത മൂർത്ത ശരീരികളായ ജീവസത്തകൾ എത്ര ഹിതഭാഗ്യരാണ്. എന്റെ ഭഗവാനെ, അറിയപ്പെടുന്ന ഏകവസ്തു അങ്ങാകുന്നു. അങ്ങയ്ക്ക് മുകളിലായി പരമമായ ഒന്നുമേയില്ല. അങ്ങയ്ക്ക് മുകളിലായി അഥവാ പരമമായത് ഒന്നും തന്നെയില്ല. പദാർത്ഥത്തിന്റെ സൃഷ്ടിന്മുഖ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങ് പരമോന്നതനായി നിലകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് ട്രാൻസ്ലേറ്റർ പർപ്പോട്ട് കി ജയ്. ഇവിടെ നമുക്ക് കൃഷ്ണ സോറി ഇവിടെ ഭഗവാന്റെ, അതായത് പത്മ ഗർഭോദകശായ വിഷ്ണുവായിട്ട് കിടക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഓഫർ ചെയ്യുന്ന ഓഫർ ചെയ്യുന്ന പ്രേയേഴ്സാണിത്. ഇതിൽ ആദ്യത്തെ പ്രേയറാണ്. ഇതിന് ബ്രഹ്മ പ്രേയേഴ്സ് എന്ന് ഭയങ്കര ഫേമസ് ആണ്. ഇതിൽ നമുക്ക് അറിയേണ്ടത് പുള്ളിക്കാരൻ എന്തെല്ലാം ചെയ്തെന്ന് നമുക്ക് നോക്കാം. പുള്ളിക്കാരനെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തുടക്കത്തിൽ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണു ഓഷ്യനിൽ കിടക്കുമ്പം അവിടുന്ന് പത്മനാഭനായിട്ട്, അതായത് പുക്കിളിൽ നിന്നും പത്മം വരികയും അതിൻ്റെ മുകളിൽ സ്വന്തം മകനെ പോലെ ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്യുന്നു. അതായത് ഭഗവാന് മകനെ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷ്മിയുടെ ആവശ്യമില്ല, ഭഗവാൻ സ്വയം സമ്പൂർണ്ണനാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ആ ബ്രഹ്മാവിനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് ഇവിടെ നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ, അതായത് 3-ാമത്തെ കാൻഡോ 8ാമത്തെ അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ബ്രഹ്മാവ് ജനിച്ചു കഴിഞ്ഞപ്പം ലോകത്തെ കാണാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ആ ലോകം ആ വേൾഡിനകത്താണെങ്കിലും ആ ലോട്ടസിൻ്റെ സ്റ്റെമ്മിനകത്തോ അല്ലെങ്കിൽ ലോട്ടസ് വേൾഡിനകത്തായിരുന്നെങ്കിലും ആ ലോകം കാണാനുള്ള കഴിവില്ലായിരുന്നു ബ്രഹ്മാവിന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, താൻ ആരാണെന്നും അറിയത്തില്ല, എന്തിനാണ് ഞാൻ ജനിച്ചത് ഒന്നും അറിയാതിരിക്കാൻ. ഇപ്പം ഒരു പിഞ്ചു കുഞ്ഞ് ജനിക്കുമ്പം, ഭൂമിയിൽ ജനിക്കുമ്പം കരയുകയാണ് ചെയ്യുന്നത്. അപ്പം
അതിനെക്കുറിച്ച് നമ്മൾ തേർഡ് ക്യാൻഡിൽ തന്നെ പറയുന്നുണ്ട്, പ്രേയേഴ്സ് ഓഫ് അൺബോൺ ചൈൽഡിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കരയുന്നതെന്ന്. അപ്പം അതും ഒരു കൺഫ്യൂഷൻ്റെ സിറ്റുവേഷനാണ്. ഇതേ കൺഫ്യൂഷനായിരുന്നു ബ്രഹ്മദേവൻ ജനിച്ചപ്പോഴും, ബ്രഹ്മദേവനായിട്ട് ജനിച്ചപ്പോഴും. പുള്ളിക്കാരെ ആലോചിക്കാൻ തുടങ്ങി, എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എവിടുന്നാണ് ഈ താമര മുളച്ചു വന്നേക്കുന്നത്. എന്തെങ്കിലും ഒരു, കാരണം താമരയാണെങ്കിൽ ഒരു തണ്ട് കാണും, തണ്ടാണെങ്കിൽ അതിനൊരു വേര് കാണും. അപ്പോൾ അത് എവിടുന്നെങ്കിലും ജനിച്ചതായിരിക്കണം. ഈ താമര ഇപ്പോൾ എനിക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നായിരിക്കണം വന്നത്. അപ്പം അതുകൊണ്ട് ഈ താമരൻ്റെ ഉദ്ഭവം കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ, സോറി, ബ്രഹ്മദേവൻ ഈ താമരത്തണ്ടിലൂടെ താഴോട്ട് ഇറങ്ങി. പക്ഷേ പുള്ളിക്കാരന് എത്ര ഇറങ്ങി വന്നിട്ടും ഭഗവാന്റെ പൊക്കിൾ കൊടിയുടെ അടുത്ത് വരെ എത്തിയിട്ടും ഭഗവാനെ കാണാൻ ബ്രഹ്മദേവന് പറ്റുന്നില്ല. കാരണം ഭഗവാൻ നാരദമുനിയുടെ അടുത്ത് പറഞ്ഞ പോലെ ഭഗവാനെ ആരൊക്കെ കാണണം എന്നുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഡിസിഷൻ, അത് ഭഗവാന് സ്വയം എടുക്കാവുന്നതാണ്. ഭഗവാൻ സ്വരാട്ടായതുകൊണ്ട്, ഭഗവാൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഭഗവാനെ ഡിസൈഡ് ചെയ്യാം എന്നെ ആരൊക്കെ കാണണം എന്നുള്ളത്. പ്രത്യേകിച്ച് നാരദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ദോസ് ആർ ഇൻകംപ്ലീറ്റ് ഇൻ ഡിവോഷണൽ സർവീസ്. ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ല. ബ്രഹ്മദേവൻ ഇവിടെ കാണാൻ ശ്രമിച്ചു, താമരത്തണ്ടിലൂടെ പോയി പൊക്കിളിൻ്റെ അടുത്തെത്തി, എന്നിട്ടും ഭഗവാനെ കാണാനില്ല. ഒടുവിൽ പുള്ളിക്കാരൻ വളരെ ഭയപ്പെട്ടു. ഈ ഗർഭോദക ഓഷനിലെ തിരകൾ, ഇത്രയും വലിയ തിരകൾ അടിച്ച് വരുന്ന കണ്ടിട്ട് ബ്രഹ്മദേവൻ പേടിച്ച് തിരിച്ചു പോയി അവിടെ പോയി ഇരുന്നു. അപ്പോഴാണ് ബ്രഹ്മദേവന് ഭഗവാൻ താപ്പ എന്നുള്ള വേർഡ്സ് പ്രത്യേകം പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മദേവൻ അത് മനസ്സിലാക്കുകയും, ബുദ്ധിയുള്ളത് കാരണം അത് മനസ്സിലാക്കുകയും തപസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ഞാൻ ഭാഗവത്തിൻ്റെ വേർഷനാണ് പറയുന്നത്. അതായത് ഭാഗവത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, തേർഡ് ക്യാൻഡോയിൽ 8th ചാപ്റ്ററിൽ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ശ്രീരംഗ മഹാത്മ്യത്തിൽ. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ് ഇതിൽ എന്തെല്ലാം ഓരോ സ്റ്റേജിൽ എന്ത് പറ്റി എന്നുള്ളത്. കാരണം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് അങ്ങനെയാണല്ലോ, ഭാഗവത്തിൽ അതൊരു ഓവർവ്യൂ പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തപസ്സിനകത്ത് എന്ത് പറ്റിയെന്ന് അറിയണമെങ്കിൽ വേറെ നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കണം. അപ്പം ഇങ്ങനെ കണ്ടതിന് ശേഷം തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പം 100 വർഷം പുള്ളിക്കാരൻ്റെ ആയുസിൻ്റെ അത്രയും തന്നെ പുള്ളിക്കാരൻ തപസ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരനെ നമ്മുടെ ആദ്യത്തെ വേഴ്സിൽ, ഭാഗവതത്തിൻ്റെ ആദ്യത്തെ വേഴ്സിൽ പറയണ പോലെ തത്തേനുകം അല്ല സോറി സത്യനുകമ്പമല്ല സോറി ഹൃദയത്തിൽ തന്നെ, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ തന്നെ പ്രകാശിതമാക്കി കൊടുത്തു നോളജ്, വേദിക് നോളജ്. ആ നോളജ് കിട്ടിയതോടുകൂടി പുള്ളിക്കാരനെ ശാന്തമായി, പുള്ളിക്കാരനെ ഭയം മാറി. ഭയം മാറി കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയപ്പം ഒരു നല്ല പ്രകാശം കണ്ടു. അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ, താമരയാണ് ഇപ്രാവശ്യം എത്തി നോക്കിയപ്പം ബ്രഹ്മാവിനെ എന്ത് കാണാൻ പറ്റി? ഭഗവാന്റെ പത്മനാഭശായിയായിട്ടുള്ള രൂപം കാണാൻ സാധിച്ചു. ഒരു വർഷമല്ല, ഒരു ആയുസിൻ്റെ അത്രയും, ഒരു 100 വർഷം തപസ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ നോക്കിയപ്പം കാണാൻ പറ്റിയതാണ് പത്മനാഭൻ്റെ രൂപം താഴെ കിടക്കുന്നു. ആ പത്മനാഭൻ്റെ നാഭിയിൽ നിന്നും പൊക്കിൾ പൊങ്ങി വരികയും, ആ പൊക്കിളല്ല താമര പൊങ്ങി വരികയും അതിൽ പുള്ളിക്കാരൻ ഇരിക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പം ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറച്ച് നാളായിട്ട് ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ബ്രഹ്മാവിൻ്റെ 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എത്ര അതിനകത്ത് ഒരു വർഷത്തിനകത്ത്, ഒരു ദിവസത്തിനകത്ത് 14 മന്വന്തരങ്ങളുണ്ട്. അതിനകത്ത് ഒരു വളരെ ചെറിയൊരു മന്വന്തരത്തിനകത്ത്, അതിനകത്തും 72 ഇതുള്ളതിൽ, ചതുർയുഗങ്ങളുള്ളതിൽ അതിനകത്ത് ഒരു ചെറിയൊരു ചതുർയുഗത്തിൽ, അതിലും ഏറ്റവും ചെറുതായിട്ടുള്ള കലിയുഗത്തിൽ, അതിനകത്ത് ഒരു 100 വർഷമാണ് നമ്മുടെ ആയുസ്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ 100 വർഷം എത്ര നാളാണെന്ന് ആലോചിക്കുക. ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ്റെ ആയുസിൻ്റെ അത്രയുണ്ട്.
അപ്പം ആയുസിൻ്റെ അത്ര അപ്പം ഒരു നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ വരും, ആയുസിൻ്റെ അത്രയും തപസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആയുസ് തീർന്നില്ലേ എന്ന്. പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനാണ് യോഗീശ്വരൻ, ടൈമിനെ കൺട്രോൾ ചെയ്യുന്നയാളാണ്. നമ്മൾ നമ്മുടെ ടൈം ഭഗവാന്റെ സേവയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ടൈം തരും. കാരണം ഇവിടെ ഈ ഭൗതിക ലോകത്ത് വന്നേക്കുന്നത് തന്നെ, നമ്മളെ വിട്ടേക്കുന്നത് തന്നെ ഭഗവാനെ സേവ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാന്റെ സേവയ്ക്ക് ഭഗവാനിന് വേണ്ടി തപസ് ചെയ്തപ്പോൾ പുള്ളിക്കാരന് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരന് ഗർഭോദശായ വിഷ്ണുവിൻ്റെ മേഴ്സിയാൽ പുള്ളിക്കാരനെ കാണാൻ പറ്റി ഭഗവാൻ. ഒരു ലോട്ട എങ്ങനെയാണ് അനന്തശായി ആയിട്ടുള്ള അനന്തനെയും കണ്ടു, ഭഗവാനെയും കണ്ടു. ഇതെല്ലാം ഇതെല്ലാം കണ്ടിട്ട് ഭഗവാന്റെ കാന്തി കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ കണ്ണ് തന്നെ മഞ്ഞളിച്ചു പോയി. അപ്പോൾ അതിന് റെസിപ്രിക്കേഷനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഭഗവാൻ തൻ്റെ കാല് പൊക്കി കാണിച്ചു കൊടുത്തു. എന്താണ് ആ കാലിൻ്റെ പ്രത്യേകത? ആ കാലാണ് എല്ലാ ഓസ്പീഷ്യസ്നെസ്സിൻ്റെയും എല്ലാ ശുഭകാര്യങ്ങളുടെയും ഉറവിടം. ഏത് കാലിൻ്റെ ആശ്രയത്തിലാണോ നമ്മൾ പോയാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ആ, മലിന മലിനി മലിന മലിനമായിട്ടുള്ള കാര്യങ്ങളും ക്ലീൻ ആക്കാൻ പറ്റുന്നത്, അതാണ് ആ കാല്. അത് ഭഗവാൻ കൊടുക്കുന്ന ആർക്കാണോ ശുദ്ധ ഭക്തി ഉള്ളത് അവർക്ക് മാത്രമേ ഭഗവാന്റെ കാലിൻ്റെ ദർശനം പോലും കിട്ടുകയുള്ളൂ. കാരണം ഒരു തപസ് ചെയ്യുന്ന ഒരു 100 വർഷം മുമ്പ് പുള്ളിക്കാരൻ താമരത്തണ്ടിലൂടെ ഇറങ്ങിപ്പോയി പുക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം കാണാൻ നോക്കിയതാണ്. എന്നിട്ട് കണ്ടില്ല. പുള്ളിക്കാരനെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, തൻ്റെ കഴിവുള്ള എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി. ഒടുവിൽ ഈ തിര കണ്ട് പേടിച്ച് തിരിച്ചു ഓടുക ചെയ്ത്. പക്ഷേ ഇപ്പോൾ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാനെ കാണാൻ പറ്റി, ഭഗവാന്റെ കാന്തി കാണാൻ പറ്റി, ഭഗവാന്റെ രൂപം കണ്ടു. അതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാന്റെ വേസ്റ്റ് മഞ്ഞ പട്ടിടയാളിൽ ശോഭിതമായിരുന്നു എന്നും കദംബ പൂക്കളുടെ പൊടിപടലങ്ങൾ അദ്ദേഹത്തിൻ്റെ വേസ്റ്റിലും യെല്ലോ ക്ലോത്തിലും ഉണ്ടായിരുന്നു. അതിന് പുറമെ ആ മുണ്ടിന് പുറമെ ധോത്തിക്ക് പുറമെ അതിൻ്റെ മണ്ടയിൽ അരപ്പട്ട കെട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലാണെങ്കിൽ ശ്രീവത്സ മാർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല പല ആഭരണങ്ങളുണ്ടായിരുന്നു. ഒരു ചന്ദന വൃക്ഷം എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ചന്ദന വൃക്ഷത്തിൻ്റെ പൂക്കളാൽ അലങ്കരിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ശരീരം വളരെയധികം വളരെയധികം ഭയങ്കരമായിട്ട് നല്ല ഭംഗിയായിട്ട് അമൂല്യമായിട്ടുള്ള രത്നങ്ങളും പേൾസും ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഭഗവാൻ വളരെ സുന്ദരനായിട്ട്, നമ്മളിപ്പം ചില സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി കാണുമ്പം നല്ലൊരു മുഖക്കാഴ്പും ചന്ദന തണലിൽ ഇട്ടേക്കുന്ന ഒരു അമ്പലമാണെങ്കിൽ, ഒരു വിഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം രാധാവല്ലഭനെയോ രാധാ മോഹനെയോ പോയി കാണുമ്പം എത്രമാത്രം നമുക്ക് ഭഗവാന്റെ ആ രൂപം ആകർഷണമായിട്ട് തോന്നുമോ, അതിലും 10 മടങ്ങായിട്ട് അല്ലെങ്കിൽ 100 മടങ്ങായിട്ട് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാരണം താൻ ഇത്രയും നാളും ചെയ്ത തപസ്സിൻ്റെ സാഫല്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദം ദർശനത്തിന് ശേഷമാണ് ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുന്നത്. അപ്പം ഈ ഭഗവാന്റെ സ്തുതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പല പല വർഷത്തെ തപസ്സിന് ശേഷം എനിക്കിപ്പോൾ അങ്ങേ മനസ്സിലായി. അങ്ങനെ പറഞ്ഞ ബ്രഹ്മദേവൻ അടുത്ത ലൈനിൽ പറയുന്നത് എത്രമാത്രം കഷ്ടമാണ് ഈ എംബോഡീഡായിട്ടുള്ള, അതായത് ഈ ഭൗതിക ലോകത്ത് കെട്ടുപണഞ്ഞ് കിടക്കുന്ന ജീവജാലങ്ങൾ, അവർക്ക് അങ്ങേ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് പറയുന്നത് അങ്ങ് മാത്രമാണ് ഈ ലോകത്ത് അറിയേണ്ടതായിട്ടുള്ളതുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഭഗവാനെ കവിഞ്ഞ ഒരു സുപ്രീം ഇല്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട് അല്ല, അത് ശരിയല്ല. അപ്പം ഇവിടെ നമ്മൾ യുക്തിവാദികളെയും ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ആൾക്കാരുടെയും ഒക്കെ വാദം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാൻ പറയുന്നത് എന്താണ്. ഭഗവാൻ പറയുന്നത് ഭഗവാനല്ല, ബ്രഹ്മദേവൻ പറയുന്നത് ഭഗവാനെ അല്ലാതെ വേറൊന്നും അറിയാനില്ല. അത് മാത്രമല്ല, ഈ ബദ്ധജീവിജാലങ്ങൾക്ക് അങ്ങേ കാണാൻ പറ്റുന്നില്ലല്ലോ, അത് ഏറ്റവും വലിയ പ്രശ്നമാണ്.
അത് ഏറ്റവും വലിയ അൺഫോർച്ചുനേറ്റ് ആണ്. അതായത് ഹതഭാഗ്യരാണ് ഈ ബദ്ധ ജീവാത്മാക്കൾ. അതാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത്. അതിനുശേഷം അടുത്ത വേഴ്സസിൽ പറയുന്നുണ്ട്, പല ആൾക്കാരും പറയും എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ഭഗവാനെ അറിയാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങേ ഒട്ടുമേ അറിയത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ വളരെയധികം ആ, ഈ എളിമ ഇപ്പം വന്നു കഴിഞ്ഞു. കാരണം പുള്ളിക്കാരന് 100% മനസ്സിലായി, കുറച്ചു മുമ്പ് നോക്കിയിട്ട് കാണാത്ത ആളെ ഇപ്പം നോക്കിയപ്പോൾ കണ്ടു. അപ്പം എന്തോ ഒരു എന്നെക്കാട്ടിലും ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ആളാണ് ഭഗവാന്റെ അടുത്ത്, എനിക്ക് മാച്ച് പോലും അല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ മനസ്സ് വന്നു കഴിഞ്ഞു. അതോടുകൂടി ഭക്തി, അപ്പം എളിമയുള്ളിടത്ത് ഭക്തി ഉണ്ടാവും, ഭക്തി ഉള്ളിടത്ത് ഭഗവാന്റെ മെർസി ഉണ്ടാവും, ഭഗവാന്റെ മെർസി ഉള്ളിടത്ത് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ഇല്ലാതെ അഹങ്കാരത്തോടെ ഭൗതികതയിൽ അഹങ്കരിച്ചിട്ട് ആൾക്കാർ പറയും എനിക്ക് ഭഗവാനെ എല്ലാം അറിയാം. ഞാൻ ഭഗവാനെ കുറിച്ച് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലേ ഞാൻ കേട്ടതാണ്. രാമനെയും പരശുരാമനെയൊക്കെ എനിക്ക് എല്ലാ കഥകളും അറിയാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ആക്ച്വലി കൃഷ്ണനെയോ രാമനെയോ പരശുരാമനെയോ അറിയത്തില്ല. കാരണം ഭഗവാൻ അനന്തനാണ്. ഭഗവാനെ അറിയുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇത് അറിയാം എന്ന് പറയുന്ന ആരാണോ അവർക്ക് അഹങ്കാരം കാരണമാണ് പറയുന്നത്. ഞാൻ അങ്ങനെ അല്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എളിമയുടെ കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ സ്തുതി എല്ലാം ത്തിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട് ഒരു വേഴ്സാണ്, 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് ചാൻറ്റ് ചെയ്ത ഈ സ്തുതികൾ, ഈ പെനൻസസ്, ഈ അതായത് സ്തുതികൾ, ഈ തപസ്, അത് മാത്രമല്ല അങ്ങയുടെ മനസ്സിൽ എൻ്റെ അടുത്തുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഈ 3 കാര്യങ്ങൾ. അപ്പം ഇത് നമ്മളിങ്ങനെ 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളാണ് ബ്രഹ്മാവിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇത് വളരെ നല്ലതായി, നിനക്ക് ഇതൊക്കെ 3 കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായി, നല്ല. അപ്പം നമ്മുടെ അഹങ്കാരം പോകും. ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ശ്ലോകങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ശ്ലോകം, ഞാനൊന്ന് ബ്രഹ്മാവിൻ്റെ സിറ്റുവേഷനിൽ നിന്ന്, നമ്മൾ ബ്രഹ്മാവാണെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ പറയുക, ഞാൻ ഇത്രയും വലിയ ശ്ലോകം ചെയ്തു, ഭഗവാൻ അത് അക്നോളജ് ചെയ്തിട്ടുണ്ട്, ഭഗവാനെ തപസ് ചെയ്തു, ആ തപസ്സും ഭഗവാൻ അക്നോളജ് ചെയ്തു. ഇനി ഭഗവാന്റെ അടുത്ത് ഫെയ്ത്ത് ഉണ്ടെന്നും പറഞ്ഞു, ആ ഫെയ്ത്തും, അപ്പം എനിക്ക് ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഇത് 3നും ഗ്യാരണ്ടി ഭഗവാൻ തന്നെ തരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഭക്തനാണ് എന്ന് മനസ്സിൽ നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്താ അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ, ഈ 3 കാര്യങ്ങളും നീ മനസ്സിലാക്കേണ്ടത് ഇത് ഞാനാണ് തന്നതെന്നാണ്. അപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ നമ്മുടെ ഷൂ നയിപ്പോവും അല്ലേ. അപ്പം ഭഗവാൻ എന്താ പറയുന്നത്, ഭഗവാൻ വിഷ്ണു പറയുന്നത്, ഗർഭോദശായി വിഷ്ണു പറയുന്നത്, അങ്ങ് നീ ചെയ്ത, ബ്രഹ്മാവ് ചെയ്ത ഈ ശ്ലോകങ്ങളും തപസ്സും, ബ്രഹ്മാവിന് ഭഗവാനിലുള്ള ഫെയ്ത്തും, ഇത് എല്ലാം എൻ്റെ കോസ്ലെസ് മെർസിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച്, നമ്മൾ തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം, അയ്യോ ഇതെന്താണ്, ഞാൻ തപസ് ചെയ്തു, ഞാൻ എല്ലാം ചെയ്തു, ഇതെല്ലാം ഞാനല്ലേ ചെയ്തത്. പക്ഷേ ബ്രഹ്മദേവന് ആ എളിമയുള്ളത് കാരണം, ഹംബിൾനെസ് ഉള്ളത് കാരണം ഭഗവാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് പിന്നെ പറഞ്ഞത്, അങ്ങയുടെ നിന്റെ, അതായത് ഈ ബ്രഹ്മദേവൻ്റെ പ്രകീർത്തനം, ആ ഡിസ്ക്രിപ്ഷൻ, എന്നെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളും, അത് ഭൗതികതയിൽ മുഴുകിയ ആൾക്കാർക്ക് അത് വെറുതെ ഫ്ലാറ്ററിയാണെന്ന് പറയും. പലരും പറയാറുണ്ട്, പല ഏത്തിസ്റ്റും പറയാറുണ്ട്, ഭക്തന്മാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഭഗവാനെ സോപ്പിട്ട് കിട്ടും, സോപ്പിട്ട് നടത്താം, സോപ്പിട്ട് പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം വെറുതെയാണ്, വ്യഥാവിലാണ് എന്നാണ് യുക്തിവാദികളും ഭഗവാനെ വിശ്വസിക്കാതെ ഏത്തിസ്റ്റും പറയുന്നത്. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത്, ഇത് മുണ്ടേനായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മുണ്ടേനായിട്ട് തോന്നാം, എന്നാൽ ഞാനിപ്പം നിൻ്റെ മനസ്സിനുള്ളിലുള്ള സൃഷ്ടിക്കാനുള്ള വ്യാകുലത,
വ്യഗ്രത, അത് തീർക്കാൻ വേണ്ടി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇത് അത് മാത്രമല്ല, അവസാനം പറയുന്നത് 40-ാമത്തെ വേഴ്സിൽ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനാണോ ബ്രഹ്മദേവന്റെ ഈ സ്തുതി, ബ്രഹ്മദേവനെ പോലെ സ്തുതിക്കുകയും വർഷിപ്പ് ചെയ്യുന്നതും, അവർക്ക് എൻ്റെ ബെനഡിക്ഷൻ കിട്ടും, എൻ്റെ കരുണ കിട്ടും, മേഴ്സി കിട്ടും. എന്നിട്ട് അവരുടെ മനസ്സിലുള്ള കാംക്ഷകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സഫലീകരിക്കും. അപ്പോൾ ഈ ഭഗവാന്റെ ഈ ഒരു, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, അതിനകത്ത് പലതും പറയുന്നുണ്ട് ഇനി. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവന് കൊടുക്കുന്ന വരവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മദേവ നീ ചെയ്തു, നീ വളരെ നല്ലതായിട്ട് ചെയ്തു, നീ കുറച്ചൊന്ന് പഫപ്പാക്കി അങ്ങനെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ബ്രഹ്മദേവൻ്റെ പ്ലേസ് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നീ എൻ്റെ ദാസനാണെന്നുള്ള കാര്യം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാനാണ് എല്ലാം നടത്തുന്നത്, നീ ജസ്റ്റ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയാൽ മതി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു മെസ്സേജ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ഘട്ടവും വരില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വിചാരിക്കുന്നത്, വിഷമഘട്ടം വരില്ല എന്ന് പറയുന്നതിന് അർത്ഥം വിഷമം വരത്തില്ലെന്നല്ല. വിഷമം സിറ്റുവേഷൻസ് ഉണ്ടാവും, എന്നാൽ നാം ദുഃഖിക്കണോ വേണ്ടയോ എന്നുള്ളത് നാമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഭഗവാനിൽ ശരണം പ്രാപിച്ചിരിക്കുന്നതാണ്, ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്തത് കാരണം, മാസ്റ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നായക്ക്, ഒരു പട്ടിക്ക് എങ്ങനെയാണ് ഒരു മാസ്റ്ററിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അർപ്പിച്ചിട്ട് ആ മാസ്റ്റർ എന്ത് പറയുന്നു ആ മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ പട്ടി നിന്നോളും. പട്ടിക്ക് യാതൊരു പേടിയില്ല. പട്ടി മാസ്റ്ററിനെ, ഒരു കടുവ തിന്നാൻ വന്നാൽ പോലും പട്ടി നേരിടും, തൻ്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ നോക്കും, തൻ്റെ പ്രാണൻ പോയാൽ പോലും. കാരണം എന്താ? കാരണം ആ പട്ടിക്ക് മാസ്റ്ററിലാണ് കംപ്ലീറ്റ് വിശ്വാസം. അപ്പോൾ ആ ഒരു മാസ്റ്ററിന് ഉണ്ടാവുന്ന വിശ്വാസമെങ്കിലും നമുക്ക് ഭഗവാനിൽ വേണം. നമ്മൾ ഭഗവാന്റെ പട്ടിയാണെന്ന് പറയാനുള്ള ക്വാളിഫിക്കേഷൻ എങ്കിലും നമ്മൾ കാണിക്കണം. ആക്ച്വലി അച്ഛന്മാർ പറയാനുണ്ട്, നമ്മുടെ ഈ കണ്ഠിമാല എന്ന് പറയുന്നത്, കണ്ഠിമാല എന്ന് കാണിക്കുന്നത് എന്താണ്? നമ്മൾ സനാതനായിട്ടുള്ള, അതായത് നാഥനുള്ള പട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ബെൽറ്റ് ഇട്ടേക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുള്ള ക്വാളിഫിക്കേഷൻ, ഒരു പട്ടിയുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നമ്മൾ ഭക്തിയിൽ കാണിക്കണം. കാരണം ഭഗവാന്റെ അത്രമാത്രം, എങ്ങനെയാണോ ഒരു നായ മാസ്റ്ററിന് വേണ്ടി ജീവിതം വരെ കൊടുക്കാൻ റെഡി, അതിൻ്റെ കുറച്ചെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി റെഡി ആയിരിക്കണം, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് പ്രശ്നം എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ, കുറച്ച് സേവ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സേവ ചെയ്യുന്നു, ഞാൻ വളരെ വലിയൊരു ഭക്തനാണ് എന്നുള്ളൊരു അഹങ്കാരവും അഹംഭാവവും നമുക്ക് വരുന്നു, ഞാനാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോഴെല്ലാം നമുക്ക് ഈ 3rd canto 9th chapterൽ 38ാമത്തെ ശ്ലോകം നമ്മൾ ആലോചിക്കണം. എന്തെല്ലാം ബ്രഹ്മദേവൻ ചെയ്തോ, ശ്ലോകം രചിച്ചത്, തപസ് ചെയ്തത്, ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസം, ഈവൻ ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസം പോലും ഭഗവാന്റെ കോസ്റ്റ്ലെസ് ആയിട്ടുള്ള മെർസിയാണ്. ആ കോസ്റ്റ്ലെസ് മെർസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയാൽ അതിൽ നമ്മൾ അഹങ്കരിക്കും. നമ്മൾ പറയും, ഞാൻ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതേപോലെ നമ്മൾ പറയും, നമ്മൾ ഭഗവാനെ സേവ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭഗവാനെ ചെയ്യാനുള്ള ഭക്തി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പുണ്യം ചെയ്തിട്ടാണ് എന്ന് നമ്മൾ അഹങ്കരിക്കും. എന്നാൽ ഇവിടെ കൃഷ്ണൻ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്തുള്ള സ്നേഹം, ഭഗവാന്റെ അടുത്തുള്ള അചഞ്ചലമായ വിശ്വാസം, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാന്റെ അകാരണമായിട്ടുള്ള കാരുണ്യം കാരണമാണ്, കോസ്റ്റ്ലെസ് മെർസി കാരണമാണ്. ആ അകാരണമായിട്ടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിന് യോഗ്യതയില്ല. ഭഗവാനെ സേവ ചെയ്യാനും ഭക്തിയുത സേവനം നമുക്ക് നടത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഭക്തരാവാനുള്ള യോഗ്യത നമുക്കില്ല. പക്ഷെ ഭഗവാൻ അകാരണമായിട്ട് തരികയാണ്. അതിന് ഒരു റീസൺ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഭഗവാന്റെ കരുണ ഹൃദയം കാരണം, ഭഗവാന്റെ കരുണ മാത്രമാണ്.
ഭഗവാൻ ഇത്രമാത്രം കാരുണ്യനാണ്, അതുകൊണ്ടാണ് ഇത് തരുന്നത്, അല്ലാതെ യോഗ്യത ഉണ്ടായിട്ട് തരുന്നതല്ല. ഇത് നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. കാരണം ഇത് ഗർഭോപദേശമായി വിഷ്ണു പറയുന്നതാണ്. ബ്രഹ്മദേവൻ പറയുന്നുണ്ട് ഭഗവാനെ അല്ലാതെ ഒന്നും ഇവിടെ അറിയാനില്ല. പലരും ആ, ഭഗവാനെ കണ്ടതിന് ശേഷം ഫസ്റ്റ് പറയുന്നത് എത്ര ഹതഭാഗ്യന്മാരാണ് എംബോഡീഡ് ജീവാത്മാക്കൾ, അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഒരു ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ മനസ്സിലാക്കുന്നത്, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സെയിം സിറ്റുവേഷനാണ്. പ്രഹ്ലാദ് മഹാരാജാവ് 8ാമത്തെ ക്യാൻറ്റോയിലും പ്രഹ്ലാദ് മഹാരാജാവ് സെയിം തന്നെയാണ് പറയണത്. ഞാൻ ആ, കുടിച്ച് തുള്ളി കളിച്ച് നീന്തി തുള്ളിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു കണികയെങ്കിലും ഒരു ഭൗതികവാദി രുചിച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും എത്രമാത്രം ആനന്ദത്തിൻ്റെ തേനിൻ്റെ സാഗരത്തിലാണ് ഞാൻ ഓടുന്നത്. പകരം ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ഭൗതികമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു ഡ്രോപ്പ് തേനുണ്ട്, അതിലാണ് അവർ നീന്തി കളിക്കാൻ നോക്കുന്നത്. അതായത് പ്രഹ്ലാദ് മഹാരാജ് അവിടെ അക്നോളജ് ചെയ്യുന്നുണ്ട്, ഭൗതികതയിൽ ഒരു ഇച്ചിരി സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ശരിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് സാഗരമാണ്. ഒരു കടലിൽ നമുക്ക് നീന്തണമെങ്കിൽ, ശരിക്കും ഫുള്ളി നമുക്ക് നീന്തണമെങ്കിൽ സാഗരത്തിലാണ് നീന്താൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആ, ആ, ഭഗവാന്റെ പ്രേമത്തിൻ്റെ തേനാകുന്ന സാഗരത്തിലാണ് പ്രഹ്ലാദ് മഹാരാജ നീന്തി തുടിക്കുന്നത്. പക്ഷെ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു ഭൗതികവാദികൾ എന്താ ചെയ്യുന്നത്, ഒരു ഡ്രോപ്ലെറ്റ് ഓഫ് സന്തോഷമുണ്ട്, അത് ഭൗതിക ലോകത്തിലാണ്, അവിടെയാണ് നീന്താൻ ശ്രമിക്കുന്നത്. നീന്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവര് ഈ സാഗരത്തെ കംപ്ലീറ്റ് വിസ്മരിച്ചിരിക്കുകയാണ്. ഈ സാഗരത്തിൽ ഒന്ന് നോക്കുകയോ ഒന്ന് ആകർഷിക്കുകയോ പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ വിഷമതകളിൽ നിന്നെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. എത്ര ഹതഭാഗ്യരാണെന്നാണ് പ്രഹ്ലാദ് മഹാരാജ് അവിടെ പറയുന്നത്. ഇതേ ലൈനിൽ തന്നെയാണ് ബ്രഹ്മദേവൻ ഇവിടെ ഫസ്റ്റ് പ്രാർത്ഥിക്കുന്നത്. അത് നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം നമ്മളും ഭൗതികമായിട്ട് പൂർണ്ണമായിട്ട് കെട്ടിപ്പടഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കും. പല ആൾക്കാരും പറയും ഭഗവാനെ ജപിക്കണം, നാം ജപിക്കണം, ഭഗവാനെ ശരണമടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ശരണമടയും. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് ശരണാഗതിയില്ല. കാരണം നമുക്ക് ഇൻ കേസ് ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഇന്ന ദേവൻ ഇന്ന ദേവി എന്നുള്ള രീതിയിലിരിക്കും. ഇതോടുകൂടി എങ്ങനെയാണോ ഹനുമാനെ സമയത്ത് ഇന്ദ്രജിത്ത് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം, കാരണം കെട്ടുന്നതായിട്ട് അഭിനയിച്ച ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ബന്ധനസ്ഥനായിട്ട് വരികയായിരുന്നു. പക്ഷേ അസുരന്മാരെന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് ഈ ബ്രഹ്മാസ്ത്രം ഇരിക്കുന്നത് കണ്ടിട്ട്, ഈ ബ്രഹ്മാസ്ത്രത്തിന് ഭയങ്കര കനം കുറവാണ്, ചെറിയൊരു കയറല്ലേ കെട്ടിവെച്ചേക്കുന്നത്. അപ്പോൾ ഉടനെ ഈ അസുരന്മാരെന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കയറെടുത്തിട്ട് ഹനുമാനെ കെട്ടാൻ തുടങ്ങി. അത് കെട്ടിയപ്പം ഇന്ദ്രജിത്തിൻ്റെ തലയിൽ കൈവച്ചു. ഈ അസുരന്മാരെ കൊണ്ട് എന്ത് പറയാനാണ്? ബ്രഹ്മാസ്ത്രത്തിൻ്റെ മണ്ടയിൽ വേറെ ഏതെങ്കിലും കയറ് കെട്ടിയാൽ ആ ബ്രഹ്മാസ്ത്രം തന്നെ അതിനെ നാണിക്കെടുത്തതിന് തുല്യമാണ്. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം അപ്രത്യക്ഷമാവും. അപ്പം അത് ഇന്ദ്രജിത്തിന് മനസ്സിലായി. പക്ഷേ ഈ അസുരന്മാർക്ക് മനസ്സിലായില്ല. നമ്മുടെ സിറ്റുവേഷനും ഈ അസുരന്മാരെ പോലെയാണ്. ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് അകാരണമായിട്ട് കിട്ടിയതാണ്, ഭഗവാന്റെ കാരുണ്യം കാരണം കിട്ടിയതാണ്. പക്ഷേ അത് വൈഷ്ണവാചാര്യന്മാർ അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം, രാവിലെ എഴുന്നേൽക്കണം, മംഗളാരതി ചെയ്യണം, ചാൻറ്റിങ് ചെയ്യണം, ഇതെല്ലാം ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് തന്നാലും നമ്മളത് ചാൻറ്റ് ചെയ്യാൻ വയ്യ, ചാൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കത്തില്ല, ചാൻറ്റ് ചെയ്യത്തില്ല. ഇതെല്ലാത്തിനും പുറമേ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും, ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാം, ഒരു പിടിയും കൂടി ഇരിക്കട്ടെ എന്ന് പറയും. ഇതേ അസുരന്മാർ കൊണ്ടുവന്ന കയറ് പോലെയാണ്. അത് നമ്മൾ ശ്രമിക്കുന്നതോടുകൂടി ഭഗവാൻ പറയും, ഓക്കെ, നിനക്ക് ഞാനില്ലെങ്കിൽ വേറൊരാളുണ്ടല്ലോ, ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അകാരണമായിട്ടുള്ള കാരുണ്യം ഭഗവാൻ മാറ്റും. അത് ഭഗവാന്റെ ദേഷ്യമോ ഈർഷ്യോ അല്ല, എൻവിയോ അല്ല. അത് ഭഗവാൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാണ്. കാരണം എന്നെ മാത്രമാണ് ശരണം ശരണം പ്രാപിക്കേണ്ടത്. ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് ബ്രഹ്മദേവൻ ആദ്യമേ താഴെ ഇറങ്ങിപ്പോയപ്പോൾ
കൃഷ്ണനെ കാണാൻ പറ്റാത്തത്. പുക്കിളിൻ്റെ അവിടെ ഭാഗവതത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പുക്കിൾ പുക്കിളിൻ്റെ അവിടം വരെ എത്തി, എന്നിട്ടും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. തിരമാലകൾ വരുന്നു, തിരമാലകൾ കാണാം, പക്ഷെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഭഗവാന്റെ നാഭിന്ന് വന്ന തണ്ടിനെ, താമര തണ്ടിനെ കാണാം, പക്ഷെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഇതാണ് യോഗീശ്വരനായതാണ് ഭഗവാൻ എന്തും പോസിബിളാണ്. ആരാണ് തന്നെ കാണേണ്ടതെന്നും ഭഗവാൻ നിയന്ത്രിക്കാൻ പറ്റും. ഇതാണ്, ഇത് മനസ്സിലായതോടുകൂടിയാണ്, ആ ഭയത്തോടു കൂടിയാണ് ഭഗവാന് ബ്രഹ്മദേവന് ഹ്യൂമിലിറ്റി വരികയും പിന്നെ തപസ് ചെയ്തതോടുകൂടി ഭഗവാനെ കാണാനും പറ്റി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വേറൊരു ആങ്കർ അന്വേഷിച്ച് പോകുമ്പം, വേറൊരു ശരണഗതി അന്വേഷിച്ച് പോകുമ്പം ഭഗവാൻ നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ തരും. ആ ദുഃഖങ്ങളിലൂടെ നമ്മൾ അത് കണ്ട് ഭയന്ന് നമ്മൾ അവസാനം ഭഗവാന്റെ ആ പാതാരവിന്ദത്തിൽ തന്നെ ശരണം പ്രാപിക്കും. അപ്പോൾ ശരണം പ്രാപിച്ച് കഴിയുമ്പോൾ നമുക്ക് എളിമ വരികയും ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരണം, ആ ഒരു കോൺസെപ്റ്റിലെത്തും. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ അകാരണമായിട്ടുള്ള കാരുണ്യം പൂർണ്ണതയിൽ നമ്മളെ കാണിക്കുകയും, എങ്ങനെയാണോ ബ്രഹ്മദേവന് ഭഗവാന്റെ പാദം പൊക്കി കാണിച്ചു കൊടുത്ത്, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇതിനപ്പുറം ഒന്നുമില്ല, ഈ ഭഗവാന്റെ പാദത്തിനപ്പുറം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ബ്രഹ്മദേവനപ്പം കിട്ടി. അതുപോലെ നമ്മൾ ഈ മര്യാദയ്ക്ക് നമ്മൾ എളിമയോടെ ഭഗവാനെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഭക്തനാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് ചാൻറ്റിങ് ചെയ്യുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എവിടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഭഗവാൻ ആ അകാരണമായിട്ടുള്ള കാരുണ്യം അത് തടഞ്ഞു വയ്ക്കും. ഓക്കെ, അതുകൊണ്ട് ഹരേ കൃഷ്ണ, ഞാനിവിടെ നിർത്തുന്നു. ബ്രഹ്മദേവനെ പോലെ ബ്രഹ്മദേവൻ്റെ പ്രേയേഴ്സിൽ പറഞ്ഞ ഈ ഒരു ഹ്യൂമിലിറ്റി എന്നുള്ളൊരു പോയിന്റ്, അതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. എല്ലാവർക്കും കുറച്ചെങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡോത് പ്രണാം. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ പ്രഭുജി, ഈ ബ്രഹ്മദേവൻ തപസ്സിരിക്കുമ്പോളെ ആദ്യമേ തപ എന്ന് പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലാകും അദ്ദേഹത്തിന്? നമ്മളോട് ഒരാൾ തപ എന്ന് പറയുമ്പം നമുക്ക് ആദ്യമേ അറിയില്ല തപസ് എങ്ങനെ ചെയ്യണമെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്? കാരണം നമ്മളും ബ്രഹ്മദേവനുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ബ്രഹ്മദേവനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ റൂമിൽ ഒരു ചെറിയൊരു ഉറുമ്പുണ്ടെങ്കിൽ അതുപോലെയാണ് ആ ഉറുമ്പും നമ്മളും പോലെയാണ്, അല്ലെ അതിനെക്കാട്ടും ചെറുതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്കെയിലിൽ പറയുകയാണെങ്കിൽ നമ്മളും ഈ റൂമിലുള്ള ഒരു അമീബ, ഒരു ബാക്ടീരിയ, അതുപോലെയാണ് ബ്രഹ്മദേവനാണ് നമ്മൾ, ആ അമീബയാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉപമയിൽ ഞാനും അമീബയും ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ആ ഞാനെന്ന് പറയുന്ന ഉപമ എന്ന് പറയുന്നത് ബ്രഹ്മദേവനും ആ അമീബ എന്ന് പറയുന്നത് നമ്മളുമാണ്. ഇതാണ് സിറ്റുവേഷൻ സ്കെയിലിൽ പറയുകയാണെങ്കിൽ. സ്കെയിൽ ആയിടണമെന്നില്ല, അതിനെക്കാട്ടും ചെറുതായിരിക്കും, അമീബയെക്കാട്ടും ചെറുതായിരിക്കും. ഇതാണ് നമ്മൾ. അപ്പോൾ പിന്നെ നമ്മുടെ പ്യൂണി ഇൻ്റലിജൻസിന് നമുക്ക് തപസ്സെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം എന്താ? നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് ആൽഫബറ്റിലെ ഇത്രയും അക്ഷരം, 24ാമത്തെ അക്ഷരം, ഇത് 18ാമത്തെ അക്ഷരം, ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ഇതെന്താ ഇങ്ങനെയൊക്കെ അതും കോഡഡ് ആയിട്ട് പറയണത്, തപ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അക്ഷരമാലയിൽ ഇത്രാമത്തെ അക്ഷരവും ഇത്രാമത്തെ അക്ഷരവും, ഇത് രണ്ടും ഒന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ബ്രഹ്മദേവൻ്റെ ഇൻ്റലിജൻസ് കാരണം, ഹയർ ഇൻ്റലിജൻസ് ഉള്ളത് കാരണം അതെന്താണെന്നും അത് ചെയ്യാനുള്ള നാച്ചുറലായിട്ടുള്ള അറിവ് അത് ഭഗവാൻ കൊടുത്തു എന്നാണ് ഒടുവിൽ പറയുന്നത്. കാരണം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ, ഒരു കിളി, നമുക്കെല്ലാവരും അറിയാം, കിളി കൂട് കെട്ടി മുട്ടയിട്ടിട്ട് വിരിക്കും, കുഞ്ഞ് വരും. ആ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോയി ഒരു കുടിലല്ല, കൂട്ടും. അപ്പോൾ കൂട് കൂട്ടാൻ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ കിളിയെ കൂട് കൂട്ടാൻ പഠിപ്പിച്ച ആരാണ്? കാരണം ആ കിളി മുട്ടയായിരിക്കുമ്പം കൂട് കണ്ടിട്ടില്ല, അച്ഛനും അമ്മയും എങ്ങനെയാണ് കൂട് കൂട്ടിയെന്ന് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷേ വലുതാവുമ്പോൾ കിളി ഓട്ടോമാറ്റിക്കലി കൂട് കൂട്ടുന്നുണ്ട്. അതെവിടെ നിന്നാണ്? തേനെ ബ്രഹ്മഹൃദയ, അതായത് ഭഗവാന്റെ ഭാഗവതത്തിൽ ഫസ്റ്റ് പറയുന്നത് തേനെ ബ്രഹ്മഹൃദയ ആദ്യ കവയെ മുഹിയന്തി യത് സൂര്യ. അതായത്
ബ്രഹ്മദേവന്റെ മനസ്സിനകത്ത് ഭഗവാനാണ് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേർഡ് ക്യാൻഡോ 9th ചാപ്റ്ററിൽ 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് 3 കാര്യങ്ങൾ ഞാൻ തന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ അകാരണമായിട്ടുള്ള കാരുണ്യം കാരണം. ഓക്കെ പ്രഭു, മനസ്സിലായോ? ഹരേ കൃഷ്ണ പ്രഭുജി. മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുവാണ്. 1 മിനിറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറയൂ പ്രഭു. ഭഗവാന്റെ പ്രഭു. കാരുണ്യം പോലെയാണ് ഇപ്പൊ ഇവിടെ ഈ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ വലിയ അവസരം കിട്ടിയത്. ഇപ്പൊ ശ്രേഷ്ഠമായ ഒരു അറിവ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതേപോലെ തന്നെയാണ് പ്രഭു